പാസ്റ്റർമാരുടെ ഭാര്യമാര്, എല്ലാവരുടെ അല്ല, ചിലര് എന്തോ അഹങ്കാരമുള്ള, ഭയങ്കര അഹങ്കാരമുള്ളവരുണ്ട്. അവർക്ക് വേറെ ചില വിശ്വാസികളോടൊരു മിണ്ടുകയില്ല. അവരുടെ ദൃഷ്ടിയിൽ ഇവരില്ല ഇച്ചീച്ചിയാ. ഇയാൾ അമേരിക്കയിലും പേർഷ്യയിലും, ഞാൻ എന്നെ കൂടെ പ്രതിയാക്കുക, അമേരിക്കയിലും പേർഷ്യയിലും പോയി ചില കാശും പുത്തനും കിട്ടി. ഇവിടെ ചില സാധുക്കളായ ദൈവദാസന്മാരുണ്ട്, അവരെ കാണുമ്പോൾ അങ്ങ് അറപ്പാ. പണ്ടൊരുത്തി പറഞ്ഞതാ, അത് സഞ്ജു ഉപദേശിച്ച് ഇങ്ങനെ അങ്ങ് നടക്കുന്നതാ, തെണ്ടി നടക്കുന്നെന്ന്. ഞാൻ പിടികൂടി. ഞാൻ പറഞ്ഞ അയാൾ ഇതിലേ നടന്ന് തെണ്ടുന്നു, നിന്റെ മാപ്പിള അമേരിക്ക പോയി തെണ്ടുന്നു, രണ്ടും തെണ്ടിയാ. അവൻ സ്റ്റാൻഡേർഡ് ഉള്ള തെണ്ടി, ഇവിടെ പോകുന്നവൻ സ്റ്റാൻഡേർഡ് കുറഞ്ഞ തെണ്ടി. ഇത് ഞാൻ പണ്ട് പ്രസംഗിച്ചതാ. അവൻ പ്ലെയിനെ പോയി തെണ്ടുന്നു, ഇവൻ സൈക്കിളെ നടന്ന്. എന്നെ വ്യത്യാസം തന്നെ. അവൻ ടൈയും കോട്ടും കെട്ടി നല്ല വിലയുള്ള പെർഫ്യൂം അടിച്ച് തെണ്ടുന്നു, ഇവിടെ ജിപ്പായും മുണ്ട് കൊടുത്തോണ്ട് കുട്ടിക്കൂറ പൗഡർ ഇട്ട് തെണ്ടുന്നു. വ്യത്യാസം തന്നെ. അവന്റെ ഭാര്യ തെണ്ടിയുടെ ഭാര്യ, നീയും തെണ്ടിയുടെ. അവൻ മിടുക്കനായി തെണ്ടി, ഇത് പരുവക്കേട് പിടിച്ച എന്നെ നിങ്ങൾക്ക് തന്നെ ഒരു അരുതാഴിയ പോലെ. ചിലരുടെ അഹങ്കാരവും ഗമയൊക്കെ നിങ്ങൾ കണ്ടേ. അയാൾ അമേരിക്ക പോയി വന്നപ്പോൾ ഒരു ബാഗും കൊടുത്തപ്പോൾ ആ ബാഗും ഒക്കെ ഇട്ടുകൊണ്ട് ഇതൊക്കെ കാണുന്നത് കൊണ്ട് പറയുന്നതാണ്. എന്നിട്ട് ഇവിടെയുള്ള സാധുക്കളായ ഉപദേശിമാരുടെ സഹോദരിമാരെ കാണുമ്പോൾ ഒരു ബാക്കി ഞാൻ പിന്നെ പറയാം. പാടില്ല. നിന്റെ മാപ്പിളയ്ക്ക് കുറച്ച് മിടുക്കുണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അമേരിക്കയിലും ഗൾഫിലും എല്ലാം പോയി കസർത്ത് കാണിച്ച് പുള്ളിക്ക് അത്ര മിടുക്ക്. നിങ്ങളെല്ലാം ഞാൻ എന്നെയായി പ്രതിയാക്കുന്നത്. അഹങ്കരിക്കരുത്, നെകളിക്കരുത്, ചെറുതാന്ന് സമ്മതിക്ക്. നമ്മൾ ഇതിനൊന്നും യോഗ്യരല്ലായിരുന്നു, ഇതിനൊന്നും നമ്മൾ അർഹരല്ലായിരുന്നു. ലഭിച്ചതെല്ലാം ദൈവത്തിന്റെ ദാനമാ, ദൈവത്തിന്റെ കരുണയാ, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ കഴിവല്ല. അയ്യോ, ഗിദെയോൻ പറയുകയാ, മനശ്ശയിൽ എന്റെ കുലം അവൻ എളിയലാ, എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ഏറ്റവും ചെറുതാ. സമ്മതിക്കും, ദൈവമേ ഞാൻ ഒന്നുമില്ല. തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. തന്നെത്താൻ ഉയർത്തിയാൽ ദൈവത്താൽ താഴ്ത്തപ്പെടും. നമുക്ക് ദൈവസന്നിധി സമ്പൂർണ്ണമായി സമർപ്പിക്കേ. നമ്മളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്തുക. ചെറുതാണ്, സമ്മതിക്കണം. 4 വീണ് പോയെങ്കിൽ അത് സമ്മതിക്കണം. വീണ് പോയെന്ന് അവർ പറഞ്ഞല്ലോ, അയ്യോ അത് വീണ് പോയി, കോടാലി വീണ്. വായിച്ചേ 6-ാം അധ്യായത്തിൻ്റെ 6. നിങ്ങളും ആ ഭാഗമൊക്കെ അറിയുന്നുണ്ടോയെന്ന് അറിയാനാ ഞാൻ പുസ്തകം പറയാത്തത്. 6-ന്റെ 6 കോടാലി വീണ കേസേ. അതാരാ വായിച്ചേ? മൈക്ക് കൊടുക്ക്, പെട്ടെന്ന് എടുത്തല്ലോ. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. കാണിച്ചു കൊടുത്തു. അപ്പം വീണ് പോയെങ്കിൽ അത് സമ്മതിക്കണം. വീണെന്ന് ചോദിച്ചത് എവിടാ വീണത്? സ്തോത്രം. വീണ് പോയ കാര്യം സമ്മതിക്കണം, വീണ സ്ഥലം കാണിച്ചും കൊടുക്കണം. ഇവിടെ പാർക്കുന്ന സ്ഥലമെല്ലാം ഇടുക്കമായി. അപ്പോൾ നമുക്ക് മരം വെട്ടാൻ പോകാം. പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞതാ. 6-1 മുതൽ വായിച്ചേ മോളെ. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. അടുത്തത്, ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവിനെന്ന് അവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേന്ന് അപേക്ഷിച്ചതിന് പോരാമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാനിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ ഒരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു.
അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നുവെന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വീണുവെന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോലാലി വെട്ടി അവിടെ എറിഞ്ഞു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. അപ്പൊ ആ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ ഇവര് പേർക്കുന്ന സ്ഥലം തീരെ ഇടുക്കമാണ്. ഞങ്ങൾ യോർദാനോളം ചെന്ന് മരം മുറിക്കാൻ പോവുക. മരം മുറിക്കാനായിട്ട് കോടാലിയായിട്ടാ പോയത്. ഈ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഒരുത്തന്റെ കോടാലി എങ്ങനെ പോയെ? ഊരി. അങ്ങനല്ലേ എഴുതിയേക്കുന്ന? കോടാലി ഊരി. അപ്പൊ ഈ ഊരി പോകണമെങ്കിൽ എൻ്റെ എളിയ ചിന്തയാ, പഴയ രീതി വെച്ചാ ആ പളകിയിരിക്കുക. ആ പളകിയിരിക്കുന്നുണ്ടല്ലേ ഊരിപ്പോയത്. കോടാലി മൊത്തത്തിലല്ലല്ലോ പോയത്. കോടാലി കൈയും കോടാലിയും കൂടെ അല്ല പോയത്. കോടാലി ഊരിപ്പോയി. അപ്പൊ ഊരിപ്പോകുന്നെങ്കിൽ ഓർത്തോണം, ആപ്പ് ഇളകി. ഒരുമാതിരിപ്പെട്ടതിൻ്റെ എല്ലാം ആ പളകിയിരിക്കുക. അവിടെ ഇവിടെ എല്ലാം ചെന്ന് തലയിട്ട് മുഴുവൻ എണ്ണത്തിൻ്റെ ആ പളകി. അപ്പൊ ഈ ആ പളകിയെങ്കിൽ അത് ഉറപ്പിക്കണ്ടേ? വെട്ടാൻ പോകുന്നതിന് മുന്നേ ഇത് കാര്യം നോക്കണ്ടേ? കോടാലി എടുക്കണം, നോക്കണം, രാഗണം, ആ പളകിയിട്ടുണ്ടോ, ചെയ്യണ്ടേ? ഇത് ഇരുമ്പായുധത്തിന് മൂർച്ചയില്ലെങ്കിൽ അധികം ബലം പ്രയോഗിക്കേണ്ടി വരും. ശ്രദ്ധിക്കണ്ടേ? ഉടനെ തന്നെ വെട്ടാൻ പോവുക. കോടാലി ഊരി വെള്ളത്തിൽ പോയി. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല ആ ഭാഗമൊന്നും. ചില കോടാലി ഊരിപ്പോയാലും കോടാലി കൈക്ക് വെട്ടും. ദീർഘവർഷങ്ങളായി കോടാലി എന്ന് 82 പോയതാ, കൊടൂരാറ്റില്. പിന്നെ തിരുവല്ലായി കടന്ന് വെട്ടുക കോടാലി കൈക്ക്. അതിലെ മുറിയാത്തത്. ചതയല്ലാതെ ഇത് മുറിയത്തില്ല. ഇത് കോടാലി ഊരിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകനോട് പറഞ്ഞു, അയ്യോ അത് വായ്പ വാങ്ങിച്ചതാ. ചോദിച്ചു, സ്ഥലം എവിടാന്ന് ചോദിച്ചു. കൃത്യം സ്ഥലം കാണിച്ചു കൊടുത്തു. ദൈവസന്നിധിയിൽ കൃത്യം കാര്യം പറയണം. ഊരിപ്പോയെങ്കിൽ ഊരിപ്പോയെന്ന് പറയണം. വീണെങ്കിൽ പറയണം ഞാൻ വീണെന്ന്. ആ കൃത്യം സ്ഥലവും കാണിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ അവൻ കമ്പ് വെട്ടിക്കിടും, സൂക്ഷം അത് പൊങ്ങി വരും. നഷ്ടപ്പെട്ടതിനെ ദൈവം തിരിച്ചു തരും. അപ്പൊ നമ്മെ ശോധന ചെയ്യുന്ന നല്ല ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് കാര്യം, 1 പേര് പറയണം, 2 എവിടെയാണെന്ന് കൃത്യം പറയണം, 3 ചെറുതാണെന്ന് സമ്മതിക്കണം, 4 വീണിട്ടുണ്ടെങ്കിൽ പറയണം വീണു, സ്ഥലവും കാണിച്ചു കൊടുക്കണം. 5ാമത്തെ കാര്യം പറഞ്ഞങ്ങ് നിർത്താം. ചോദിക്കും, നിന്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന്. എന്താണ്? കൃത്യം പറയണം കയ്യിലുള്ള കാര്യം. ആ 4-ാം അധ്യായത്തിന്റെ 2 വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4:2. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വീട്ടിൽ നിനക്ക് എന്തുണ്ട്? കണ്ടോ, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്, കൃത്യം പറയണം. എന്നാലും പറയണം, കർത്താവേ എൻ്റെ വീട്ടിൽ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, വചനധ്യാനമുണ്ട്, ആമേൻ, സ്തോത്രം, വേദപുസ്തകം പഠിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്. ഇത് പറയണം. ആമേൻ. എന്നാ വീട്ടിൽ എന്തോ ഉണ്ട്? ഓ, ഞങ്ങളുടെ വീട്ടിൽ എന്ന് സന്ധ്യയാകുമ്പോൾ ആലോക്യമാ. അപ്പം വന്ന് കാലമെടുത്ത് അടിച്ചു പൊട്ടിച്ചു, അമ്മയുടെ തലക്കിട്ടടിച്ചു. പണ്ട് ഭാര്യയും ഭർത്താവിടെ വഴക്കുണ്ടാക്കിയപ്പോൾ ചട്ടിക്കൊരൊറ്റ അടി, ചട്ടി ഇങ്ങനെ പൊട്ടിക്കിടക്കുക. വേറെ ആൾ വന്ന് കണ്ടം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലാണ് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ചട്ടിക്കടിക്കും, പക്ഷേ ഇത്രയും കൃത്യമായിട്ട് ഒത്തിട്ടില്ലെന്ന് പറഞ്ഞു. പുള്ളി അടിച്ചപ്പോഴെല്ലാം പൊട്ടിപ്പോവുക. ഇതിങ്ങനെ എൻ്റെ വീട്ടിൽ അലോക്യമല്ല, സന്ധ്യയ്ക്ക് അലോക്യമല്ല, വഴക്കല്ല, ആരാധനയും പ്രാർത്ഥനയും ഉയരണം. ഇവിടെ പ്രവാചക ശിഷ്യന്റെ ഭാര്യയോട് ചോദിക്കുക, പറക നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവള് കൃത്യം പറഞ്ഞു എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ല. അയ്യോ, ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. കടഭാരത്താൽ വലയുക. നിന്റെ ദാസനാകുന്ന എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു. അങ്ങനല്ലേ എഴുതിയേക്കുന്നേ? നിന്റെ ദാസൻ യഹോവ ഭക്തൻ. അവൾ ആദ്യം എലീശയ്ക്ക് ബഹുമാനം കൊടുത്തത് നിന്റെ ദാസനായ എന്റെ ഭർത്താവ്. ആ പ്രയോഗം കണ്ടോ? അവിടുത്തെ ദാസനായിരുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുക, ദൈവത്തെ സ്തുതിക്കുക. നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചു, പക്ഷെ അദ്ദേഹം യഹോവ ഭക്തനായിരുന്നു, കടവുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഭക്തന്മാരാകുന്ന ദൈവം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ കടഭാരമൊക്കെ വരികയല്ലേ? വരാം, കടഭാരം ഉണ്ടാകും.
ഞെരുക്കം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ കടം ചോദിച്ചെന്നിരിക്കും. സ്തോത്രം. ഇല്ല, വന്ന് ചോദിച്ചില്ലേ? വായ്പ ചോദിച്ചില്ലയോ? ജോടി അത് പകലല്ല വന്നത്, രാത്രിയില്ല. ചോദിക്കണം, അടിച്ചു മാറ്റരുത്. ചെല്ലുമിനെ കടം ചോദിച്ചു കൊടുത്താൽ പിന്നെ മേടിച്ചില്ലെന്ന് പറയുന്നവരുമുണ്ട്. മേടിച്ചില്ല, ഞാനങ്ങ് മേടിച്ചിട്ടില്ല, തന്നതിന് എന്നാ തെളിവ്? വെട്ടിനകത്താകുകയുള്ളു. തന്നതിന് എന്നെ എന്തോ ചെയ്യൂ? ചിലക്ക് യാതൊരു ഉളുപ്പുമില്ല, മേടിച്ചില്ലെന്ന് ഉളുപ്പില്ലാത്ത ആൾക്കാരുണ്ട്. ശരിയല്ല. സ്തോത്രം. അവിടെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവസന്നിധി സത്യം പറയണം. നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. ആ സഹോദരി പറഞ്ഞു, യജമാനന് എൻ്റെ വീട്ടിലെ ഞെരുക്കവും ബുദ്ധിമുട്ടുമൊക്കെ ആണെങ്കിലും ഒരു ഭരണി എണ്ണയുണ്ട്. ഞാനതിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ച് നിർത്താം, അതായിരിക്കും ഇന്ന് നല്ലത്. ഇങ്ങനെ അങ്ങ് വ്യാഖ്യാനിക്കാം. ഈ വേദപുസ്തകം പഠിച്ചാൽ ചില ഇടങ്ങളിൽ വെള്ളം, തീയ്, കാറ്റ്, മഞ്ഞ്, ഇതൊക്കെ ചില ഇടങ്ങളിൽ പ്രതിരൂപ സ്വരൂപങ്ങളായിട്ട് പഠിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിന് നിഴല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ വേദപുസ്തകത്തിൽ ചില ഇടങ്ങളിൽ വെള്ളം, തീയ്, മഞ്ഞ്, കാറ്റ്, എണ്ണ, ഇതെല്ലാം ചില ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന് നിഴല. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ, ഈ സഹോദരിയോട് ചോദിച്ചു, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്? അവള് പറഞ്ഞ്, കടക്കാർ വന്ന് അസഹ്യപ്പെടുത്തുന്നു, കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടാൻ പോകുന്നു, എൻ്റെ ഭർത്താവ് മരിച്ച് ഞാൻ വിധവയാ, അമ്മ ബുദ്ധിമുട്ടുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, പലവിധ പ്രശ്നമുണ്ട്. പക്ഷെ ഒരു കാര്യം, അന്ന് പകർന്ന പരിശുദ്ധാത്മാവിന് നിറവ് ഇന്നും എൻ്റെ മേൽ ഉണ്ട്. ആത്മനിറവ് ചോർന്നിട്ടില്ല, പരിശുദ്ധാത്മ നിറവ് പറ്റിപ്പോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഇന്നും എന്റെ മൺകൂടാരത്തിലുണ്ട്. ഹല്ലേലൂയ. കടഭാരങ്ങൾ വന്നെന്ന് വരാം, ബുദ്ധിമുട്ട് വന്നെന്ന് വരാം, ഞെരുക്കം വന്നെന്ന് വരാം, ഭാരങ്ങൾ വന്നെന്ന് വരാം, പല പ്രയാസങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ ദൈവത്തിന്റെ പൈതല്, നീ ദൈവസന്നിധി പറ, അന്ന് പകർന്ന പരിശുദ്ധാത്മാവിന് നിറവ് ഇന്നും എന്റെ മേലുണ്ട്. പ്രാർത്ഥന. ആത്മനിറവിന് ഇതുവരെയും ഭംഗം വന്നിട്ടില്ല. പരിശുദ്ധാത്മ വ്യാപാരം എന്റെ മൺകൂടാരത്തിലുണ്ട്. അന്ന് പകർന്ന ദൈവകൃപ ഇന്ന് പകലും എന്റെ മേലുണ്ട്. ഈ ആത്മനിറവുണ്ടെന്ന്, ആത്മനിറവ്. ഹല്ലേലൂയ. പ്രവാചകൻ അങ്ങനെ തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ആശയം ഇതാ, ഒരു ഭരണി എണ്ണയുണ്ടോ? ഉണ്ട് യജമാനനെ. എണ്ണയുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. എണ്ണയുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ രോഗബന്ധനം അടിക്കും. ആത്മാവിൽ ബലപ്പെട്ട് കഴിയുമ്പോൾ സകല ബന്ധനങ്ങളും അടിക്കും, സകല കെട്ടുകൾ പൊട്ടും. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതല്, പരിശുദ്ധാത്മ നിറവുള്ള ദൈവത്തിന്റെ പൈതല്, നിന്റെ കടഭാരം മാറും, നിന്റെ ഞെരുക്കം മാറും, നിന്റെ ക്ലേശങ്ങൾ മാറും, നിന്റെ കെടുതികൾ മാറും. വിഷണ്ണ മനസ്സിന് തുതി എന്ന മേലായിട്ട് കൊടുക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമോ നീളമതിൽ വീതി, ഓ ത്യാഗവും സമ്പൂർണ്ണതയും ഇച്ചിട്ടുണ്ടോ? സ്നേഹത്തിനാഴമോ വീതിയും ത്യാഗവും സമ്പൂർണ്ണ, ഓ നീ ഗ്രഹിച്ചിട്ടുണ്ടോ? പ്രത്യാശയോടില്ല, ഓ ഭക്തരാന്തു നേരുന്നേ, മുതിക്കും പൊണ്ണു ചർച്ചയോർക്കും. ഓ ലക്ഷ്യമെന്ന് കാണുന്നല്ലോ ഗാർത്തന്മാർ, ഈ ലക്ഷ്യമെന്ന് കാണുന്നല്ലോ. ഓ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും, നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും. ഓ ലക്ഷ്യത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ, അവൻ എത്ര
എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാകിടും. ഓ ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനായി എത്രയും ക്ഷണത്തിൽ അക്ഷയനാകിടും. ഓ പ്രത്യാശയോടിനാ ഭക്തരെന്നുണരുന്നേ വന്നുദിക്കും. ഓർക്കും തോറും രമ്യ പ്രത്യാശ. ഓ ഭക്തരെന്നുണരുന്നേ വന്നുദിക്കും. ഓ പാടിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. പാടിടാത്ത പാട്ട് നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടോ. പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടോ. ജീവന്റെ നാഥൻ ത്യാഗം സഹിച്ചതാ സ്നേഹമാണ് വാളനോട് സിയോൻ പുരവാടോ. ജീവന്റെ ഓ ത്യാഗം സഹിച്ചതാ സ്നേഹമാണ് വാളനോട് സിയോൻ പുരവാടോ. ഓ പ്രത്യാശയോടിതാ ഭക്തരാന്നു. ഓ വന്നുദിക്കും പൊന്നു ചസയോർക്കും തോറും. ആ പ്രത്യാശയോടിതാ ഭക്തരാന്നു. ഓ വന്നുദിക്കും പൊന്നു ചസയോർക്കും തോറും. ഓ ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തന്മരം. ലക്ഷ്യമെന്നും കാണുന്നല്ലോ കർത്തൻ തന്മരാവി. നിത്യമായ രക്ഷയെ നിത്യമായ രക്ഷയെ നൽകിയിടോ. ലക്ഷത്തിൽ സുന്ദര അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടോ. ലക്ഷത്തിൽ സുന്ദര അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കി. ഓ പ്രത്യാശയോടിതാ ഭക്തരാന്നു. ഓ വന്നുദിക്കും പൊന്നു ചസയോർക്കും തോറും രമ്യ പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ വന്നുദിക്കും പൊന്നു ഓർക്കും തോറും. പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും. ആരിലാരും പാടിടാത്ത പാട്ടു നമ്മൾ പാടും. പാരിലാരും ചൂടിടാത്ത വടമുടി. ഓ പാരിലാരും ചൂടിടാത്ത വടമുടി ചൂടോ. ജീവന്റെ നാഥനായി യാഗം സഹിച്ചതാ സ്നേഹമാണ് വാളനോട് സിയോൻ. പുരവാൻ ഓ ജീവന്റെ നാഥനായി യാഗം സഹിച്ചത സ്നേഹമാണ് വാളനും സിയോൻ പുരവാനും. ഓ പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ. ഓ പ്രത്യാശയോടിതാ ഭക്തരങ്ങു. ഓ വന്നുദിക്കും പൊന്നു ചസയോർക്കും തോറും. ഓ പ്രത്യാശയോടിതാ ഭക്തരൻ കൂടാരവ